നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവാരത്ത് വിഷം കലർന്ന പാൽ ഉപയോഗിച്ചത് മൂലമുണ്ടായ ദുരന്തത്തിൽ ഇപ്പോൾ മരണസംഖ്യ 6 ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത വന്നിരുന്നു. അന്ന് ഒരു ദിവസം ഒരു മരണം, പിറ്റേന്ന് 2, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇപ്പോൾ മായം കലർന്ന പാൽ കുടിച്ച് 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. ഇനിയും നിരവധി ആളുകളാണ് വളരെ ഗുരുതരമായിട്ട് ചികിത്സയിൽ തുടരുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 15 പേർ കൂടി തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അതിനാൽ തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അറിഞ്ഞുകൊണ്ട് മായം ചേർത്ത പാൽ 100-ലധികം പേർക്ക് വിറ്റതായിട്ടാണ് വിൽപ്പനക്കാരനായിട്ടുള്ള പ്രതി സമ്മതിച്ചിരിക്കുന്നത്. മായം ചേർത്ത പാൽ കുടിച്ചവരുടെയൊക്കെ തന്നെ വൃക്കകൾ ആദ്യം തകരാറിലാവുകയും പിന്നീട് മൂത്രതടസ്സം മൂലം മരിക്കുകയും ചെയ്തുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. 6 പേരും പാൽ വാങ്ങിയത് വീടുകളിലെത്തിച്ച ഒരേ വിൽപ്പനക്കാരിൽ നിന്നാണ്. സംഭവത്തെ തുടർന്ന് പാൽ സാമ്പിളുകൾ ശേഖരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ ലബോറട്ടറികളിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൊറുകൊണ്ട മണ്ഡലത്തിലെ നരസപുരം സ്വദേശിയായ പ്രതി അടല ഗണേശ്വര റാവുവിനെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതായും അന്വേഷണ ഉദ്യോഗസ്ഥനായ ദേവ് കുമാർ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി ജില്ലയിലെ നരസപുരം ഗ്രാമത്തിൽ വരലക്ഷ്മി ഡയറി ഫാം എന്ന പേരിൽ അനധികൃത ഡയറി ഫാം നടത്തുകയാണ് അടല ഗണേശ്വര റാവു. ചോദ്യം ചെയ്യലിൽ താൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിഷം കലർന്ന പാൽ വിതരണം ചെയ്തതായി ഗണേഷ് പോലീസിനോട് സമ്മതിച്ചു. അനധികൃത പാൽ ശേഖരണ കേന്ദ്രം നടത്തിയിരുന്നതായും കർഷകരിൽ നിന്ന് പ്രതിദിനം ഏകദേശം 100 ലിറ്റർ പാൽ ശേഖരിച്ചിരുന്നതായും അയാൾ സമ്മതിച്ചു. പാൽ സൂക്ഷിക്കാൻ നിലവാരമില്ലാത്ത ഫ്രീസറാണ് ഉപയോഗിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. 6 വർഷം മുമ്പ് 80 ലിറ്റർ ശേഷിയുള്ള ഈ 2 അറകളുള്ള ഫ്രീസർ താൻ വാങ്ങിയിരുന്നതായും അയാൾ സമ്മതിച്ചു. ഫ്രീസറിൽ നിന്ന് എഥിലിൻ ഗ്ലൈക്കോൾ ചോർന്നതിനാൽ പാൽ ഐസ് പോലെ മരവിച്ചതായി അധികൃതർ കണ്ടെത്തി. ഈ പാലാണ് അയാൾ വിതരണം ചെയ്തത്. പ്രവർത്തന ചിലവ് കുറയ്ക്കുന്നതിനായി ഡയറി യൂണിറ്റിൽ ഫുഡ് ഗ്രേഡ് കൂളന്റ് പകരം എഥിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ചിരിക്കാമെന്നും അധികൃതർ സംശയിക്കുന്നു. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. 3 ക്യാനുകളിലായി പ്രതിദിനം 120 ലിറ്റർ പാലാണ് ഡയറിയിൽ ശേഖരിക്കാറുള്ളത്. തൊട്ടടുത്ത ദിവസമാണ് പാല് വീടുകളിൽ വിതരണത്തിനായി നൽകുക. പാലിൽ കെമിക്കൽ കലർന്നത് അറിയാതെയാണ് അന്നേ ദിവസം വിതരണം നടത്തിയതെന്നും പറയപ്പെടുന്നു. ഓട്ടോമൊബൈൽ ഉപകരണങ്ങൾ, HVAC സിസ്റ്റങ്ങൾ എന്നിവയിലാണ് കൂളന്റായി എഥിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കുന്നത്. ഡി ഐസിംഗ് ഫ്ലൂയിഡുകൾ, ബ്രേക്ക് ഫ്ലൂയിഡുകൾ, പെയിന്റുകൾ, പ്ലാസ്റ്റിക്കുകൾ, പോളിസ്റ്റർ നിർമ്മാണം എന്നിവയിലും ഇവ ഉപയോഗിക്കുന്നു. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരം കെമിക്കലുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭക്ഷ്യോപയോഗ വസ്തുക്കളിൽ കലരാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൽ ഡയറി യൂണിറ്റിൽ ഫുഡ് ഗ്രേഡ് കൂളിന് പകരം എഥിലിൻ ഗ്ലൈക്കോൾ ഉപയോഗിച്ചിരിക്കാമെന്നും അധികൃതർ സംശയിക്കുന്നു. 100 മുതൽ 200 മില്ലി ലിറ്റർ എഥിലിൻ ഗ്ലൈക്കോൾ വരെ ശരീരത്തിൽ എത്തുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് മെഡിക്കൽ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. കെമിക്കൽ ഉള്ളിൽ ചെന്ന് 30 മിനിറ്റ് മുതൽ 12 മണിക്കൂറിനുള്ളിൽ തലകറക്കം, ഛർദ്ദിക്കാൻ തോന്നുക, കഠിനമായ തലവേദന, ക്ഷീണം, മയക്കം എന്നിവ അനുഭവപ്പെടും. കെമിക്കൽ ഉള്ളിലെത്തി 1 ദിവസത്തിന് ശേഷമാകും ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങുക. ശ്വാസമുട്ടൽ, അപകടമാവിധം, രക്തസമ്മർദ്ദം കുറയുക എന്നിവ അനുഭവപ്പെടും. കെമിക്കൽ രക്തത്തിൽ കലർന്നാൽ കാൽസ്യം ഓക്സൈഡുകൾ രൂപപ്പെടുകയും വൃക്കകൾക്ക് ഗുരുതരമായ തകരാർ സംഭവിക്കുകയും ചെയ്യുന്നു. ദിവസം കഴിയുന്നതിന് അനുസരിച്ച് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഉടനടി ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഡയറി ഓപ്പറേറ്ററിനെതിരെ കൊലപാതക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡയറിയിൽ നിന്ന് വാങ്ങിയ പാൽ കഴിച്ച് മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്തത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഡയറിയിലുണ്ടായ അപകടത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.